പാലക്കാട് വടക്കഞ്ചേരി ടൗൺ പരിസരത്ത് നിരവധി പേരെ കടിച്ച തെരുവു നായ്ക്കൾക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജിത് ബാബു കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അജിത്ത്, ഏറെ പേരെ ആശങ്കയിലാക്കുന്ന ഒരു വിവരമാണ് ഈ വരുന്നത്. എന്നായിരുന്നു ഈ തെരുവുനായ ആക്രമണമൊക്കെ ഉണ്ടായത്? എത്ര പേരെ കടിച്ചിട്ടുണ്ട്? അവരൊക്കെ വൈദ്യസഹായം തേടിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങളുള്ളത്? തീർച്ചയായും ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ഈ തെരുവുനായ ആളുകളെ കടിച്ചിരുന്നത്. സ്കൂളിന്റെ കമാന്തർ സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു ഈ പ്രദേശത്തുള്ള മണികണ്ഠൻ എന്ന് അതോടൊപ്പം പ്രദീപ് എന്ന് രണ്ടുപേരെ കടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ ഈ കടിച്ചതിനു ശേഷം മറ്റാളുകളെയും കടിക്കുന്നതും ആക്രമിക്കുന്നതുമായ സാഹചര്യം ഉണ്ടായി. വളരെ അക്രമാസക്തമായി ആയിരുന്നു ഈ നായ പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം അവസാനം ഈ നായയെ തല്ലിക്കൊല്ലുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി പേരെ പിന്നെയും കടിക്കാനുള്ള ശ്രമവും ഉൾപ്പെടെ നായയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ തന്നെ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അന്ന് തന്നെ ഈ നാട്ടിലൊരു സംശയം ഉണ്ടായിരുന്നു, ഈ തെരുവുനായ്ക്ക് ഇത്തരത്തിൽ പേ ഉണ്ടോ? കാരണം അത്തരത്തിലുള്ള ഒരു പ്രകോപനവും ഇല്ലാതെ ഇത്തരത്തിൽ കടിക്കാനുള്ള ശ്രമം നടത്തിയത് കൊണ്ടാണ് അത്തരത്തിലുള്ള സംശയം ഉണ്ടായത്. പിന്നീടാണ് ഇത് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ഈ പരിശോധനയിലാണ് ഇപ്പോൾ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിൽ നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കടിച്ച ആളുകളൊക്കെ തന്നെ അവരോടെല്ലാം നിരീക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനവും ഉണ്ടായിട്ടുണ്ട്. ഏതാണെങ്കിലും ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് സംഗീത സൂചിപ്പിച്ച പോലുള്ളത്. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.